വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളൊരു ഈവനിങ് ഔട്ട്ഡോർ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കിടിലൻ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മുടെ റോക്കറ്റ് സ്റ്റോവ് ഒക്കെ എടുത്ത് പുറത്തിറക്കി കുറച്ച് മീനൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, അതൊക്കെ ഒന്ന് ചുട്ട് അടിപൊളിയാക്കണം. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഒരു സ്ഥലമാണ്. ഈ ഏരിയ കണ്ടു കഴിയുമ്പോൾ ഇത് എറണാകുളമാണോ എന്ന് സംശയിക്കും അല്ലേ കാതറേ? എറണാകുളത്ത് മസിനഗുഡി അല്ലേ? മസിനഗുഡി കരിയിലെ മസിനഗുഡി ആയിട്ട് ഷൂട്ട് ചെയ്തേക്കണ ഒരു സ്ഥലം ആ കാണുന്ന അവിടെയാണ്. ചെറിയൊരു ഹോട്ടൽ, വിനായകന്റെ ഹോട്ടലിൽ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മസിനഗുഡിയാണല്ലേ. ഇപ്പൊ സമയം ഏകദേശം 6:15 നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ഓട്ടോ വ്ളോഗേഴ്സ് എല്ലാവരും വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നതൊക്കെ ഇവിടെയാണ്. എന്തായാലും നാടിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇന്ന് ഇറങ്ങിയേക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റോക്കറ്റ് സ്റ്റോവ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഒരു VanLife യാത്രയിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഐറ്റംസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി നടക്കുകയാണ്. അടിപൊളി, നല്ല പക്ക ശാന്തമായിട്ടുള്ള സ്ഥലമാണത്. പണ്ടൊക്കെ നമ്മൾ ഇതിൽ സൈക്കിളിൽ വരുമായിരുന്നു. സ്കൂള് വിട്ടിട്ട്, അതാണ് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട്. അതെ, ഇവിടെ റോഡ് ഓഫ് റോഡുമായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഇങ്ങനെ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകേണ്ട വഴി ഇവിടുന്ന് അങ്ങോട്ടാണ്, നേരെയുള്ള വഴി. നമ്മൾ അതിലേ പോവില്ല, അതിലേ സൈക്കിൾ എടുത്തുകൊണ്ട് ഇതിലേ വരും. എന്നിട്ട് കാട് ഇറങ്ങിയിട്ട് ഇതിലേ കയറി നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള റൂട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. നമ്മുടെ കൂടെ ഇന്ന് ജഹീറും ഉണ്ട്, ജാബിറും ഉണ്ട്. ഇത് കാതറ് വണ്ടി പിടിക്കാണ്. പിന്നെ ഒരാളോട് വരാനുണ്ട്, സാനിബ് വരാനുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി ഇനി പരിപാടികൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ ഒരു റോക്കറ്റ് സ്റ്റൗവിൻ്റെ കാര്യത്തിൽ കുറേ കമൻറ്റ്സ് വന്നായിരുന്നു. ഓഫ് കോഴ്സ് ഇതൊരു സെക്കൻഡറി ഓപ്ഷൻ മാത്രമാണ്. നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രൈമറി ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട് നല്ലൊരു ആംബിയൻസ് നമുക്കപ്പോൾ തോന്നുകയാണ്. നല്ല തണുപ്പുള്ളൊരു വൈകുന്നേരമൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നേരം തീ കാഞ്ഞിരിക്കണം. ആ ഒരു വൈബിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് റോക്കറ്റ് സ്റ്റോവ്. അത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ചുള്ളിക്കമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു യാത്രയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഇന്ന് നോക്കാം അല്ലേ? അതെ. നമ്മളിവിടെ പുതിയൊരാളുണ്ട്. ഇരുട്ടായവണ മുഖം, ഒന്നാമത് ഫുള്ള് താടിയാണ്. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എടാ പേര് പറയടാ നിന്റെ? അനീഷ് പി കെ. സംഭവം ഇരുട്ടായി. ഇവിടെ പ്രത്യേകിച്ച് വേറെ വെളിച്ച കാര്യങ്ങളൊന്നുമില്ല. ഒരു വൈകുന്നേരത്തെ ഒരു കുക്കിംഗ് സെറ്റപ്പാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മുടെ കൂടെ ഇതിൻ്റെ ഗ്രില്ല് ചെയ്യണ സാധനമുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും, റോക്കറ്റ് സ്റ്റോവ് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ റോക്കറ്റ് സ്റ്റോവ് ഉണ്ട്. കത്തിക്കാനായിട്ട് കുറച്ച് ഓല, ചെറിയ ചുള്ളിക്കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ സാധനങ്ങൾ എടുത്തായിരുന്നു, പക്ഷേ വാഴലെടുത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ അവിടെ വാഴലുണ്ട്. അപ്പോൾ വാഴലെടുക്കാൻ വേണ്ടി പോവാണ് അവന്മാർ. വാഴയുണ്ട്. അതെ. സാനിബ് വാഴ കിട്ടുമ്പോൾ അവിടെ എന്തോ ഒരു ചെറിയൊരു കിണർ പോലെ ഉണ്ട്. അപ്പൊ നോക്കിപ്പോയില്ലെങ്കിൽ സാനിബേ കാല് നോക്കിട്ടാ, താഴെ പാമ്പിന്റെ സീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീഡിയോയില് കുറച്ച് ലൈറ്റിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരും ക്ഷമിക്കുക, കാരണം ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്താണ്. ഇതേപോലെയൊക്കെ ഒരു സ്ഥലത്ത് വന്നിട്ട് എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു പരീക്ഷണമാണ് ഇന്ന്. അത് മതിടാ, ബാ. ഓക്കെ, സെറ്റല്ലേ? അത് മതി. വാഴയില ഒന്ന് കഴുകണം. ഇതിനകത്താണ് നമ്മളിപ്പോൾ മീനിൻ്റെ ചെയ്യാൻ പോണത്. അത്യാവശ്യം നല്ല ചൂര എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ചെയ്യാമെന്നൊന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഞായറാഴ്ച കൊണ്ട് മീനൊന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയ മീൻ മേടിച്ചിട്ട് ഒന്ന് ശീലാവ് ചെറുതായിട്ടൊന്ന് നന്നാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ തേക്കണം. ഇതിപ്പോ ശരിക്കും നമ്മുടെ ഒരു ടെസ്റ്റാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ വഴിയിൽ നിന്ന് ഇച്ചിരി മീൻ മേടിക്കാം. മസാലയൊക്കെ എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവുമല്ലോ. അതൊക്കെ വഴിക്ക് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു പരീക്ഷണം. കോൺഫിഡൻസ് കിട്ടണം. അത് തന്നെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ മീൻ തേച്ച് മസാല വെച്ച് വെക്കണം. ഇനി കുറച്ച് സമയം വെക്കണം ഇവിടെ, എന്നാലാണ് ഇത് നന്നായിട്ട് പിടിക്കുള്ളൂ. അതെ, ആ സമയത്തേക്ക് നമുക്കൊരു കട്ടനൊക്കെ ഇട്ട് പിടിക്കാം.
സാധനങ്ങൾ റോക്കറ്റ് സ്റ്റൗ ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്രില്ലിൻ്റെ ഒരു സാധനം അത് ആവശ്യമില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഇത് റോക്കറ്റ് സ്റ്റൗവിൻ്റെ പുറത്ത് വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് മേടിച്ചത് അതുണ്ട്. പിന്നെ നമ്മുടെ ഗ്രില്ലിൻ്റെ ചെറിയ ഒരു അതിൻ്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ സുഖമായിട്ട് വെക്കാം. അതെ. പിന്നെ നമുക്ക് ഈ സാധനം തന്നെ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഒരു മിനിറ്റ്. അതായത് ഈ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ. അപ്പൊ കുറച്ചും കൂടി ആ തീയുടെ പവർ കുറയും. അത് ഇന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെ സംഭവങ്ങൾ ഇനി വേണ്ടതെന്നുള്ള. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റൗ കത്തിക്കുകയാണ്. ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തായിരുന്നു. അതായത് നമ്മുടെ വാസ്ലിൻ ഇല്ലേ, വാസ്ലിൻ തുണിയിൽ തേച്ചിട്ട് ചെറിയ ബോളാക്കി വെച്ചിട്ട് ഇതുപോലെ ഉള്ളിലിട്ട് കൊടുത്തിട്ട് കത്തിച്ചാൽ സെറ്റായിട്ട് കത്തിക്കൊള്ളുന്നു. യാത്രയിൽ നമുക്ക് കൊണ്ടുവെടുക്കാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞു. അതെന്തായാലും നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അവിടെ നിന്ന് കത്തുന്നത് നമ്മുടെ ഈ വെച്ച് കൊടുത്ത വിറകിനനുസരിച്ചിട്ട് ഇങ്ങനെ കത്തിക്കോളും സംഭവം. തീ കത്ത് പിടിച്ചു തുടങ്ങി. അങ്ങനെ നമ്മുടെ റോക്കറ്റ് സ്റ്റൗ കത്തി. ആകെ കുറച്ച് ഓല ഇവിടെ വച്ചേക്കുന്നത്. ആ ഓലയിൽ നിന്ന് കത്തുന്ന ഒരു പവർ നോക്കി. അമ്പോ, ഇത്ര ഹൈറ്റിലല്ലേ. അതുകൊണ്ടാണ് റോക്കറ്റ് സ്റ്റൗ എന്നുള്ള പേര് വന്നത്. ഇത്രയും പവറിലാണ് സംഭവം കത്തുന്നത്. ഈ പതുക്കെ ചുള്ളിക്കൊമ്പ് വെച്ച് കൊടുത്തോളാം. നമ്മൾ ആദ്യം തന്നെ ഒരു കട്ടൻ ചായ വെക്കാൻ വെച്ചോളാം. മതി. ഇവിടെ തീ കത്തണ നോക്കിയേ, അടിപൊളി. അതൊരു അപ്പുറത്ത് കൂടി ചെറുതായിട്ട് ചെറിയ ചുള്ളിക്കമ്പൊക്കെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണ് ചെറുതായിട്ട് ഗ്രില്ലിൽ, അല്ലെങ്കിൽ മീൻ കയറി പിടിക്കാനത്. ഓക്കെ, ചുറ്റല്ലേ. അങ്ങനെ ഇവിടെ വെച്ചു. ഇതിപ്പോ കറക്റ്റാണ്. അത്യാവശ്യം നല്ല ഒരു ഇത് വരുന്നുണ്ട്. അടിപൊളി. മതിടാ. പിന്നെ മതി. നൈസായിട്ട് നമുക്ക് വലിയ കത്തിൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ മീൻ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവില്ലടാ. 1 മണിക്കൂറായിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. നമുക്ക് ഗ്രില്ല് നീക്കാം അവസാനം. അടിപൊളി അല്ലേ. നിൽക്കുമ്പോ ശരിക്കും വേറെ ഏതൊരു കാറ്റിൽ നിൽക്കുന്ന ഒരു ഫീൽ. സൗണ്ട് കേട്ടോ. ശരി, വെളിച്ചെണ്ണ അതെ അടിയിലോട്ട് പോലെ ചെറുതായിട്ട് മറിച്ചിടാം, അല്ലെങ്കിൽ അടിയിൽ ഇത് പിടിക്കാൻ ഇപ്പൊ തന്നെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത്ര സമയം കൂടി പെട്ടെന്ന് വന്നല്ലേടാ. ഇത്തിരി പോയിട്ടുണ്ട്. ശരിക്കും ഇത് സോഫ്റ്റ് മീനാണ്. നമുക്ക് കുറച്ചുകൂടി ചൂര പോലത്തെ മീനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇന്ന് മീൻ കിട്ടിയില്ല. വേറെ ഉള്ള മീൻ ഇപ്പൊ തന്നെ എന്താ. അപ്പൊ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അധികം തീ കൊടുത്തിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ അടിയിൽ കനലായിട്ടുണ്ട്. ആ കനലിൽ നിന്നുള്ള ചൂട് വന്നിട്ടാണ് ശരിക്കും ഇത് വേവേണ്ടത്. അപ്പൊ അത് പക്കയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൈ വെക്കുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട് ഇവിടെ. ഈ മുറിഞ്ഞു പോയ പീസ് കാതറെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം നമ്മുടെ കറിയിലിടുന്ന മീനുണ്ടല്ലോ അതുപോലെ ആയിട്ടുണ്ട്. ഇപ്പൊ മീൻ വെന്തിട്ടുണ്ട്. പുറമൊക്കെ ഒന്നുകൂടി സെറ്റ് ആവാനുണ്ട് ശരിക്കും. വെളിച്ചെണ്ണ വെച്ചോണ്ട് ഇനി പിടിക്കൂല, കുഴപ്പമില്ല. ചാരം കളയാം അല്ലേ. മീനൊക്കെ ഏകദേശം ആയി തുടങ്ങി. ഈ സൈഡ് നൈസായിട്ട് വെന്തു. ഇത് നമ്മുടെ കയ്യിലുള്ള വേറൊരു ഗ്രില്ലാണ്. ഇത് കുറച്ചുകൂടി ഹെവി ആയിട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇത് വെക്കാം. അടിയിൽ വെച്ചോ. ഇത് തിരിച്ചാണ്. ഇത് തിരിച്ചാണ്. അത് തന്നെ. ഇത് നോക്കി വെക്കാം. അപ്പുറത്തുനിന്ന് നോക്കി വെക്കാം. എടുത്തിട്ട് അങ്ങ് ഇറക്കി വെക്കാം. എന്നിട്ട് അതിൻ്റെ മേളിലാണ്
നമ്മുടെ ഇത് വരുന്നത്. ഇത് കറക്റ്റ് പിടിക്കും. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ പീസ് വരുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കരി ഇട്ടിട്ട് പുകച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ വീട്ടിൽ അൽഫാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ചിരട്ടക്കരി ഉണ്ടാക്കൽ പണിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ചിരട്ട ഇതിൽ കത്തിക്കാൻ ഉപയോഗിക്കാം. നമുക്ക് ഊതേണ്ട ആവശ്യമില്ല. ഇതിലിട്ട് നല്ല കത്തിച്ചിട്ട് കരിയാകുക, അതിനുശേഷം അതിനകത്തിട്ടിട്ട് ബാക്കി പരിപാടികൾ ചെയ്യുക. അങ്ങനെയുള്ള ഒക്കെ ചെയ്യാൻ പറ്റും. സെറ്റായിട്ടുണ്ടല്ലേ? ഇതൊക്കെ അടിപൊളിയായതായിട്ടുണ്ട്. നോക്കി, എനിക്കിത് കണ്ടിട്ട് കൊതിയായിട്ട് വെള്ളം. ഞാൻ എടുത്ത് തിന്നാൻ പോകട്ടാ. ടേസ്റ്റ് നോക്കാം. ചെറുതായിട്ട് അതിന്റെ മസാലയൊക്കെ ഇരിപ്പുണ്ട്. മസാല കൂടി പോയിട്ടാ. അമ്പോ അടിപൊളി. അതെ അതെ, ഇത് മിക്കവാറും തീരും. എന്നാലും കുഴപ്പമില്ല. സംഭവം കൊള്ളാട്ടെ, അടിപൊളി. അടിപൊളിയായിട്ടുള്ള സാധനം. സൗഫല് ഫോൺ വിളിച്ചു വരുമ്പോഴത്തേക്ക് സംഭവം തീർന്നിട്ടുണ്ടാവും കേട്ടോ. വേണേ വേട്ടാ, സംഭവം തീർന്ന്. അത് കുഴപ്പമില്ല, ഇനി തിന്നു. ഇനിയിപ്പോ നമുക്ക് സഹിക്കാൻ പറ്റുള്ളതെ. അപ്പൊ അടിപൊളി കേട്ടോ. വളരെ സക്സസ് ആയിട്ടിരിക്കുന്നുണ്ട്. ആദ്യമായിട്ടൊരു കാര്യം അപ്പൊ നിമിഷ നേരം കൊണ്ട് നമ്മുടെ മീൻ മുള്ളായിക്കാണ്. സംഭവം ഈ രണ്ട് മീനും നല്ലോണം എന്തായിരുന്നിട്ട് അത് തീർന്നു. ഇത് പാർക്കും വേണ്ടേ? ഇത് ഇച്ചിരി കൂടെ ആവാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇതും കാണൂലായിരുന്നു. ആയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ആയിക്കോട്ടെ. സംഭവം ചെറുതായിട്ടൊരു ആ ഒരു കനലിന്റെ ആ ഒരു ചൂടിൽ നിന്നിട്ട് ഇത് വെന്തേക്കാണ്. അതും തീർന്നു. എന്ത് അറിയാ എടാ, ഇനി ഒന്നുമില്ല, അത് മുള്ളാണ്ട. സംഭവം നമ്മള് ഇതെല്ലാം തീർന്നിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അതിനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. അതിനുള്ളിൽ തന്നെ മീനെല്ലാം ഇവിടെ ഇരുന്ന് തന്നെ തീർന്നു. ഇതിപ്പോ ചെയ്തു നോക്കി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എവിടെയെങ്കിലും ഒരു യാത്രക്ക് ഇറങ്ങിയിട്ട് പാതി വഴിയിൽ വെച്ച് പെടാൻ പാടില്ല. ഇത് നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത്. എന്തായാലും സംഭവം അടിപൊളിയായി. മീനിന്റെ എന്തെങ്കിലും ബാക്കിയുണ്ടോ അതിനകത്ത്? തല ആർക്കും വേണ്ടല്ലേ? അതെ. എടാ കിട്ടിയടാ, എനിക്ക് കിട്ടിയടാ. ഓ, എന്തോ ഭാഗ്യം കൊണ്ട് ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നിട്ടാ. അങ്ങനെ ഈ ഒരു നല്ലൊരു വൈകുന്നേരം ഞങ്ങള് റോക്കറ്റ് സ്റ്റോവില് മീനൊക്കെ ചുട്ട് തിന്നു. അപ്പൊ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മള് വണ്ടിയിൽ യാത്രയൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ഒരേപോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ ശരിയാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വേണ്ടേ? അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് നമ്മുടെ റോക്കറ്റ് സ്റ്റോവ്. അപ്പോൾ ഇതിൽ മീൻ മാത്രമല്ല, ചിക്കൻ അതുപോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ചെയ്യാവുന്ന കുറേ സംഭവങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ വണ്ടിയുടെ യാത്രാ വീഡിയോസ് തുടങ്ങി കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോടെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യാത്രാ വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്.